അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്കും ഇവിടെ റാഹത്ത് തന്നെയാണ്. ഇന്നിപ്പോൾ നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളം കൂടിയും പാർന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടിയും കരിവേപ്പിൻ്റെലയും കൂടി ഞാൻ ബീഫിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ പാർന്ന് ഞാൻ ഉള്ളി ലേശം പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് അവിടെ കിടന്ന് വേവട്ടെ, ആ സമയം കൊണ്ട് ചോറ് വെച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കായ് വെല്ലുള്ളിയും ഒരു കഷ്ണം ക്യാരറ്റും അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഇടണ്ടായിരുന്നു കേട്ടോ, പട്ടയും പൂവും ഏലക്കായും ഒക്കെ. അപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ ഉള്ളിയും ക്യാരറ്റും കരിവേപ്പിൻ്റെലയൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതാക്കണ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എത്ര അരി എടുക്കണമെന്ന് വെച്ചാൽ ഒരു പാത്രമാണെങ്കിൽ 2 പാത്രം വെള്ളം പാർന്നെടുത്താൽ മതി. അപ്പോൾ ഇനി വെള്ളം കിടന്ന് തിളക്കട്ടെ, അതിലേക്ക് നമുക്ക് അരി കഴുകി വെച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാക്കണ അരിയൊക്കെ ഇട്ട് നല്ലോണം തളിച്ചിക്കണം. ഇനി മേലെ വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് കിടന്ന് വെന്തോളും. ചിക്കനൊക്കെ നമ്മൾ പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അതുപോലെ ബീഫ് ഇതാക്കണം, ഒന്ന് പൊരിച്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഞാൻ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് ഞാൻ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഫ്രൈ ആക്കി ഇങ്ങനെ ഒന്ന് പൊരിച്ച് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിയും കൂടി വാട്ടിയെടുക്കുന്നത്. ബീഫ് നമ്മൾ സാധാരണ ഞാൻ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വേവിച്ച് അങ്ങനെ തന്നെ മസാല ഉണ്ടാക്കി ഇങ്ങനെയാണല്ലോ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊരിച്ച് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാക്കണ ഞാൻ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയും ചതച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ബിരിയാണീൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഒക്കെ നല്ലോണം വെന്തതിന് ശേഷം അതിലേക്ക് പൊരിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറുനാരങ്ങൊന്നും ഒഴിക്കുന്നില്ല, ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ചുള്ള തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഞാൻ ഒന്നും കൂടി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതാക്കണം നമ്മളെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറും ബിരിയാണി മസാലേൻ്റെ പൊടി, മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചത്, ഉള്ളി വാട്ടി വെച്ചതൊക്കെ ഇട്ടെങ്ങാൻ നമ്മൾ ദമ്മിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമ്മളെ പൊരിച്ച ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.